നബിയുടെ ഇസ്രാ മിറാജ് എന്നീ യാത്രകളെ സംബന്ധിച്ച് ഒരു മുസ്തഫ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പുതിയൊരു കാഴ്ചപ്പാട് ഉന്നയിക്കുന്നത് ഒന്ന് കേൾക്കുക. അതായത് അദ്ദേഹത്തിന് ഇതെല്ലാം ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ സാധ്യമാണോ? ഇതൊക്കെ ഒരു വ്യക്തിക്ക് അസാധ്യമല്ലേ? ഇതൊക്കെ വിശ്വസിക്കാനാകുമോ? പുതിയ തലമുറ ഇതൊക്കെ ഉൾക്കൊള്ളുമോ എന്നൊരു ഭയത്തോടു കൂടി അദ്ദേഹം ആ യാത്രയെ ഒന്ന് ലഘൂകരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ലഘൂകരിക്കുന്നത്? എനിക്കറിയില്ല. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കുക. യഥാർത്ഥത്തിൽ ഒരു ഇസ്രാ ഉണ്ടായിട്ടുണ്ട്. അത് മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയ യാത്രയല്ല. അങ്ങനെ ഒരു യാത്ര നബി പോയിട്ടില്ല. അങ്ങനെ ഒരു യാത്ര നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായി എന്നുള്ളതിന് തെളിവില്ല. പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ ദാസനെ രാത്രി കൊണ്ടുപോയവൻ പരിശുദ്ധൻ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ വചനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. സൂറ ഇസ്രായിലെ 1-ാമത്തെ വചനം. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? മുഹമ്മദ് നബി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഏതായി മസ്ജിദുൽ അഖ്സ? അത് ബൈത്തുൽ മഖ്ദിസ് ആണെന്ന് ആര് പറഞ്ഞു? ബൈത്തുൽ മഖ്ദിസിന് മസ്ജിദുൽ അഖ്സ എന്ന് പേരുണ്ടോ? മസ്ജിദുൽ അഖ്സ എന്ന് പേരുണ്ടോ? അഖ്സ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തുള്ളത്. അറേബ്യയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അറേബ്യയുടെ അങ്ങേയറ്റത്തേക്കുള്ള യാത്രയാണത്. മുഹമ്മദ് നബി രാത്രി ഒരു യാത്രയെ നടത്തിയിട്ടുള്ളൂ. അത് എല്ലാവർക്കും അറിയാം. അത് ഹിജ്റയാണ്. തന്റെ വീട്ടിൽ നിന്ന് അന്നത്തെ അറേബ്യയുടെ അങ്ങേയറ്റമായ യസ്രിബിലേക്ക് നടത്തിയ യാത്രയാണത്. ശരി, നിങ്ങൾ കേട്ടല്ലോ. അതായത് അഖ്സയിലേക്കാണ് യാത്ര ചെയ്തത്. അഖ്സ എന്നാൽ അങ്ങേയറ്റം എന്നാണ് അർത്ഥം. ശരിയാണ്, അതിൻ്റെ ഭാഷാർത്ഥം അങ്ങേയറ്റം എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങേയറ്റം തന്നെ ആകണ്ടേ? അതിനുവേണ്ടി അദ്ദേഹം ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും പഠിക്കാതെ, മനസ്സിലാക്കാതെ ഈ കേവല അർത്ഥത്തിൽ പരിമിതപ്പെട്ടു. അതായത് അറേബ്യയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തേക്കുള്ള യാത്ര. അപ്പോൾ സ്വാഭാവികമായും അങ്ങേയറ്റം എന്നാൽ മദീനയാക്കി. സത്യത്തിൽ നിങ്ങൾക്ക് മാപ്പ് എടുത്തൊന്ന് നോക്കിയാൽ മതി. സൗദി അറേബ്യയുടെ മാപ്പ്, ഇപ്പോഴുള്ള മാപ്പ്. ഇനി അതല്ല, നിങ്ങൾക്ക് പഴയ കാലത്തെ ഏറ്റവും വലിയ അറേബ്യൻ ഉപദ്വീപാകുന്ന, അതായത് ഇങ്ങനെ 7 അല്ലെങ്കിൽ 5 GCC രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ആ വലിയ അറേബ്യൻ ഉപദ്വീപാകുന്ന കാലത്ത് അതിൻ്റെ അതിർത്തി എവിടെയാണ്? അതായത് അഖ്സ എന്നാൽ ആ അറേബ്യയുടെ അങ്ങേ അതിർത്തിയിലേക്ക് പോയി, അങ്ങേ അറ്റത്തേക്ക് പോയി. മദീനയാണ് അങ്ങേയറ്റം. മക്കയിൽ നിന്ന് മദീനയിൽ കേവലം 450 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇക്കാലത്തുള്ള പുതിയ സൗദിയുടെ മാപ്പിൽ പോലും അങ്ങേ അറ്റം തബൂക്കാണ്. ഏകദേശം 1000-ൽ-അധികം കിലോമീറ്റർ അകലമുണ്ട്. ഇനി അതിനേക്കാൾ പ്രവിശാലമാണ് സൗദി അറേബ്യ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് അറേബ്യൻ ഉപഭൂഖണ്ഡമാകുന്ന ആ മഹാ ഉപഭൂഖണ്ഡത്തിൻ്റെ, അറേബ്യൻ പ്രദേശത്തിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ അങ്ങേയറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയല്ല ഒരിക്കലും. കാരണം മക്ക കഴിഞ്ഞാൽ തൊട്ടടുത്ത നഗരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് അക്കാലത്ത് തന്നെ മദീന. അത് കഴിഞ്ഞ് ദീർഘ യാത്ര വീണ്ടും ആ അറേബ്യൻ ഉപദ്വീപിലൂടെ സഞ്ചരിക്കാനുണ്ട്. അതൊക്കെ അറേബ്യൻ പ്രദേശങ്ങളാണ്, അവിടെയൊക്കെ ജനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട്, ഈ അഖ്സ എന്ന വാക്കിന് മദീന എന്ന അർത്ഥം നൽകുന്നത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും പുള്ളിക്ക് ഈ മദീനയിലേക്കുള്ള യാത്ര ആക്കി മാറ്റണം. അങ്ങനെ ഇസ്രാ എന്നാൽ ഒരു അത്ഭുത യാത്രയൊന്നുമല്ല, അത് സ്വാഭാവികമായും ആർക്കും ചെയ്യാവുന്നതാണ് എന്ന് തോന്നിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. സത്യത്തിൽ മസ്ജിദുൽ അഖ്സ എന്നാൽ ഫലസ്തീൻ തന്നെയാണ്. കാരണം അറേബ്യൻ ഉപദ്വീപ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശം ആണ് ഇസ്രായേൽ, ഫലസ്തീൻ. അവിടേക്ക് തന്നെയാണ് പോയത്, അല്ലാതെ കേവലം തൊട്ടടുത്തൊരു പ്രദേശത്തേക്കല്ല. അതിനുള്ള തെളിവ് അദ്ദേഹത്തിന് പറയാനും കഴിയുന്നില്ല. കാരണം അദ്ദേഹം ആ വാക്കിന് അർത്ഥം പറഞ്ഞ സമയത്ത് തള്ളിവിട്ടൊരു വാക്കുണ്ട്. അതായത് അല്ലദീ ബാറക്നാ ഹൗലഹു,
ഈ വാക്കിനെ അദ്ദേഹം വിശദമാക്കിയില്ല. അതായത് ആ നാടിൻ്റെ ചുറ്റുഭാഗങ്ങളെയും അള്ളാഹു അതായത് അതിൻ്റെ എല്ലാ ഭാഗത്തും അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള അകലെയുള്ള ആ നാട്ടിലേക്ക് പോയി എന്നാണ്. അതായത് ഏതൊരു രാജ്യത്തെയാണോ അള്ളാഹു അനുഗ്രഹിച്ചിരുന്നത് ആ രാജ്യത്തേക്ക് പോയി. സ്വാഭാവികമായും അക്കാലത്ത് മദീന എന്നാൽ അങ്ങനെ പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നില്ല. കേവലം ചില കർഷകർ മാത്രം ജീവിച്ചിരുന്ന ഒരു ഗ്രാമീണ മേഖലയായിരുന്നു മദീന. യസ്രിബ് എന്നായിരുന്നു അന്നത്തെ പേര്. പിന്നെ നബിയാണ് അതിനെ ഒരു നഗരമാക്കി മാറ്റിയത്. ഒരു ഉന്നത സംസ്കാരവും ഒരു നാഗരികതയും അവിടെ രൂപപ്പെട്ടത് മുഹമ്മദ് നബിയിലൂടെ മാത്രമാണ്. എന്നാൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത സ്ഥലം എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ തന്നെയാണ്. കാരണം നമ്മുടെ നബിക്ക് മുമ്പുള്ള 90% പ്രവാചകന്മാരും വന്നത് ഈ ഫലസ്തീനിലാണ്. മഹാനായ ഈസാ നബി, മൂസാ നബി എന്നിങ്ങനെ ചരിത്ര പുസ്തകങ്ങളിൽ നാം കാണുന്ന പ്രവാചകന്മാരിൽ ബഹുഭൂരിഭാഗം വന്ന് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഫലസ്തീന്. ആ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്തു. അതാണ് ഈ ഖുർആൻ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് ഇങ്ങനെ ഇത്ര ഭയന്നുകൊണ്ട്, ഇതൊക്കെ പുതിയ ജനങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ യാത്ര ഇങ്ങനെ ചുരുക്കുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? കേവലം 1400 കൊല്ലം മുമ്പ് സംഭവിച്ച ഒരു യാത്ര, അതിൽ തന്നെ ഇങ്ങനെ ഭയമുണ്ടെങ്കിൽ ഈ ഭാരതീയ ജനതയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഒട്ടും ഭയമില്ല. കാരണം ഇതിനേക്കാൾ വലിയ യാത്രയെ സംബന്ധിച്ച് കേട്ട് പഠിച്ച പുരാണ കഥകളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് ഭാരതീയര്. അതായത് ശ്രീരാമനും സീതയും ആ പുഷ്പക വിമാനത്തിൽ സീതയെ കൊണ്ടുപോയി ലങ്കയിലേക്ക്, ആ കഥയൊക്കെ വിശ്വസിക്കുന്ന ഈ നാട്ടിൽ എന്തിനാണ് ഈ ഒരു ഇസ്രായേൽ എന്ന യാത്രയെ ഫലസ്തീനിലേക്ക് പോയിട്ടില്ല, അതിന് 1/4 ഭാഗം മാത്രം ദൂരമുള്ള ഈ മദീനയിലേക്ക് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചുരുക്കേണ്ട വലിയ കാര്യമുണ്ടോ? കാരണം 1400 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5000 മുതൽ 7000 വരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ രാമനും സീതയും ഒക്കെ ജീവിച്ചിരുന്നത് എന്നാണ് ചരിത്ര ഗവേഷകന്മാരുടെ അഭിപ്രായം. ഇനി മാത്രമല്ല, പുരാണ കഥകളുടെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ 10 ലക്ഷം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു എന്നാണ്. അതായത് 4 യുഗങ്ങളുണ്ടല്ലോ. ഏതൊക്കെ യുഗങ്ങൾ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ 2ാമത്തെ യുഗത്തിലാണ് അവർ ജീവിച്ചത്. ആ യുഗം ഇക്കാലത്തിൽ നിന്ന് പിറകോട് സഞ്ചരിക്കുകയാണെങ്കിൽ 10 ലക്ഷം വർഷം മുമ്പായിരുന്നു എന്നാണ് നമ്മുടെ ഐതിഹ്യ കഥകളിലൂടെ ലഭിക്കുന്ന വിവരം. അത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന കഥ കേട്ട് വിശ്വസിക്കുന്ന ഈ ഭാരതീയ സമൂഹത്തിൽ ഈ ഒരു ഏകദേശം 2000-ഓളം കിലോമീറ്റർ മാത്രമുള്ള ഒരു യാത്രയെ സംബന്ധിച്ച് എന്തിനാണ് ഇദ്ദേഹം ഭയപ്പെടുന്നത്? അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആ യാത്രയെ ചുരുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചുരുക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ അക്സ എന്ന വാക്കിന് അദ്ദേഹം അർത്ഥം കണ്ടെത്തി ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അക്സ എന്നാൽ അറേബ്യയുടെ അങ്ങേയറ്റത്തേക്കാണ് പോയത് എന്ന് അർത്ഥം പറയുന്നു. പക്ഷേ അദ്ദേഹം കാണിക്കുന്ന സ്ഥലമാണെങ്കിലോ തൊട്ടടുത്ത സ്ഥലം, മക്കയിൽ നിന്ന് തൊട്ടടുത്ത നഗരമാവുന്ന മദീനയിലേക്ക്. പിന്നെയും അറേബ്യ ഒരുപാടുണ്ട്. ആ തബൂക്കും തുറൈഫും ആ ജിസാനും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതൊക്കെയാണ് അറേബ്യയുടെ അതിർത്തികൾ. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വാർത്തകളും ഈ വീഡിയോകളും ജനങ്ങളെ വഞ്ചിക്കാനും വിഡ്ഢികളാക്കാനും വേണ്ടിയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അങ്ങേയറ്റമായ യസ്രിബിലേക്ക് നടത്തിയ